പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ പഠിച്ചത്. ആ വചനഭാഗത്തിൻ്റെ വിചിന്തനത്തിലേക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും അതുവഴി ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികൾക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുക. യേശു കർത്താവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് വഴിയായി നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സഹനങ്ങളെ ഒഴിവാക്കാതെ ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുന്നവരാകണം ഞാനും നിങ്ങളുമെന്ന് ഈ വചനഭാഗം നമ്മെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ലോകം നിങ്ങളെ ദ്വേഷിക്കും എന്ന ഈശോയുടെ വാക്കുകൾ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടാവുന്ന സംഘർഷത്തെ സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും TV ന്യൂസ് ചാനലുകൾ കാണുമ്പോഴും ഒക്കെ തെല്ലൊരു വേദനയോടും നൊമ്പരത്തോടും കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ കൂടുതൽ അക്രമാസക്തനാകുന്നു എന്ന വാർത്തകളെ കാണാം. പ്രത്യേകിച്ച് ബാല്യവും കൗമാരവും വിട്ട് യൗവനപ്രായത്തിലേക്കൊക്കെ കടന്നു വരുന്ന ഹൈസ്കൂളിലും കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം വഴിയായി അക്രമാസക്തരായിത്തീരുന്നു എന്നുള്ളതും അതുവഴിയെ കൊലപാതകം ചെയ്യാൻ പോലും യാതൊരു മടിയുമില്ലാത്ത രീതിയിൽ, അത് പ്രണയ നൈരാശ്യമാകട്ടെ, അതല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ സംഘടനാപരമായ രാഷ്ട്രീയപരമായ വിദ്വേഷങ്ങളാകട്ടെ, വഴക്കുകളാകട്ടെ, കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, ബന്ധത്തിലുള്ള ഉലച്ചിലുകളാകട്ടെ, ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ലഹരിയിൽ അഭയം പ്രാപിക്കുകയും ആ ലഹരിയുടെ ഉന്മാദത്തിലായിരിക്കുമ്പോൾ ആരെയും കൊല്ലാനുള്ള ധൈര്യം, ഒരു ഊർജം കിട്ടുന്നു. എത്രമാത്രം പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഒരുപക്ഷെ കോവിഡ് കാലത്തിനു ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഒത്തിരിയേറെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ശാരീരികമായ ഒരു ഇമ്മ്യൂണിറ്റിയുടെ കുറവ് മാത്രമല്ല, മാനസികമായ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. മാനസിക ആരോഗ്യം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ തലമുറ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഞങ്ങളുടെ തലമുറ എല്ലാവരും മിടുക്കന്മാരായിരുന്നു, നല്ലവരായിരുന്നു, മാന്യന്മാരായിരുന്നു, പ്രശ്നമൊക്കെ നിങ്ങളുടേതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. എല്ലാ തലമുറകളിൽപ്പെട്ടവർക്കും, എല്ലാ മനുഷ്യർക്കും അവരുടേതായ നന്മകളുണ്ട്. എന്നാൽ ഇന്ന് കൂടുതലായി ഇപ്രകാരമുള്ള അക്രമവാസനകൾ കൊലപാതകങ്ങളിലേക്കും മറ്റും നയിക്കുന്ന, അക്രമ പ്രശ്നങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും മറ്റും നയിക്കുന്ന അനേകം സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതൊന്നും അപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസുകളായി TV വാർത്താ ചാനലുകളിലൂടെയോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റും ലോകത്തിന് മുൻപിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളതും എനിക്കറിയാം. കണ്ണടച്ചിരുട്ടാക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അപ്രകാരമുള്ള കുറ്റവാസനകളും അക്രമങ്ങളും മുൻകാലങ്ങളിലേക്കാൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ക്രൈം റെക്കോർഡ്സ് പരിശോധിച്ചാൽ, കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ കൃത്യതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.
ഞാൻ ഈ അടുത്ത കാലത്ത് കൊച്ചി നഗരത്തിലെ ACPയോട് സംസാരിക്കാനിട വന്നു. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അപ്പം അദ്ദേഹം പറയാറുണ്ട്, വെച്ചാൽ വളരെ ഗൗരവതരമായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നമായി രാസലഹരിയുടെ ഉപയോഗം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ മദ്യം കുടിക്കുന്ന ആൽക്കഹോൾ കൺസംഷൻ പറയാറുണ്ടായിരുന്നു ഒരു പ്രശ്നമാണെന്ന്. അതിനുശേഷം ഒരുപക്ഷെ പുകവലി ശീലത്തെക്കുറിച്ചും നമ്മൾ അപ്രകാരമുള്ള ഒരു ദുശ്ശീലമായി കണക്കാക്കുകയും ഒഴിവാക്കേണ്ടുന്നതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഞ്ചാവ് പോലുള്ള മറ്റു ചില മയക്കുമരുന്ന് സാധനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാസലഹരി എന്ന് പറയുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ കൊച്ചുകുട്ടികളെ മിഠായിയുടെ രൂപത്തിലും പഞ്ചസാരയുടെ രൂപത്തിലും ക്രിസ്റ്റലുകളായി തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. അത് ജ്യൂസുകളിലാകട്ടെ, അല്ലെങ്കിൽ നല്ല കാൻഡി പാക്കറ്റുകളിലാകട്ടെ, നല്ല മനോഹരമായ ആകർഷണീയമായി പൊതിയപ്പെട്ടിരിക്കുന്ന ബോക്സുകളിലാകട്ടെ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കോൺഷ്യസ് ആകണമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൊച്ചിയിലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടത്, യാഥാർത്ഥ്യമല്ലേ ഇത്? എന്തുകൊണ്ടാണ് ക്യാമ്പസുകളിൽ ഇപ്രകാരം രാസലഹരികൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് എത്രയോ ഏറെ റാഗിംഗ് കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, സ്വഭാവ വൈകൃതത്തിൻ്റെ ഭാഗമാണ് ഇപ്രകാരമുള്ള റാഗിംഗ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് ഒരു സഹജീവിയെ, കൂടെ മുറിയിൽ താമസിക്കുന്ന മറ്റൊരാളെ, അതേ ഹോസ്റ്റലിൽ ഉള്ള മറ്റൊരാളെ, താമസിക്കുന്ന മറ്റൊരാളെ, അല്ലെങ്കിൽ അതേ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന മറ്റൊരാളെ റാഗു ചെയ്തുകൊണ്ട് അവന് മാനഹാനി വരുത്തും വിധം എന്തുകൊണ്ടാണ് ഇപ്രകാരം കൂടെയുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസമല്ലേ പത്രമാധ്യമങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ റാഗിങ്ങിനിരയായ ഒരു പെൺകുട്ടി റാഗിങ്ങിൻ്റെ മാനസിക ആഘാതം കൊണ്ട് മാനസിക രോഗിയായി തീർന്നതിനെക്കുറിച്ചും, 2 ദിവസങ്ങൾക്ക് മുമ്പാ മാനസിക രോഗിയായി തീർന്ന റാഗിങ്ങിനിരയായ ആ പെൺകുട്ടി മരണമടഞ്ഞത് എന്നതും വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? ഇന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നത് നല്ലൊരു വൈബ് ഉണ്ടാകണം. അത് എന്ത് വൈബാ ഇത്? ആശങ്കപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും. ഇപ്രകാരമുള്ള അക്രമവാസനകൾ വളരുന്നു എന്നതിന് പല കാരണങ്ങളുണ്ടായേക്കാം. അതെന്താണെങ്കിലും അത് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരെ കേൾക്കാൻ, അവരെ അക്കമ്പനി ചെയ്യാൻ തീർച്ചയായും നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം വീട്ടിലുണ്ടായിരിക്കുന്ന 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിലേക്ക് മാതാപിതാക്കളുടെ അറ്റൻഷൻ മുഴുവൻ പോകുന്നു, സ്നേഹം മുഴുവൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി ഉറങ്ങി മാതാപിതാക്കന്മാരുടെ ഇടയിൽ കിടന്ന 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് കൊന്നുകളഞ്ഞു എങ്കിൽ അതെന്ത് മാനസികാവസ്ഥയാണ്? ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേട്ടത്? പ്രിയപ്പെട്ടവരെ, കാരണങ്ങൾ എന്തു ആകട്ടെ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ട് പലവിധ കാരണങ്ങളാൽ. ഇവയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എപ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഞാനും നിങ്ങളുമൊക്കെ അല്പം കൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയായി വളരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, നമുക്ക് വലിയൊരു റോളുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടായത്. അധ്യാപകർ ഒരു ചെറിയ വടി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടിയും അധ്യാപനത്തിൻ്റെ ഒരവശ്യ ഘടകമായി ഇപ്രകാരമുള്ള ശിക്ഷണങ്ങൾ മാറിയിട്ടുണ്ട്. അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു സ്വരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ചൂരൽ കാണിച്ച് ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല. അടിച്ചൊന്നും ആരെയും നേരെയാക്കാൻ പറ്റുമെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു പ്രതീകമാണ്.
മനസ്സിൻ്റെ വൈകല്യങ്ങളിൽ നിന്നും, സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളിൽ നിന്നും, ദുശ്ശീലങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ അല്പം കൂടെ മെച്ചപ്പെട്ട മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ചില വ്യക്തികൾ നമ്മെ സഹായിക്കാൻ അനുധാവനം ചെയ്ത് കൂടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെയൊക്കെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ, ധ്യാന ശുശ്രൂഷകൾ നടത്തുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു വിൻസെൻഷ്യൻ സഭാംഗം എന്ന നിലയിൽ, പ്രിയപ്പെട്ട എത്രയോ ഏറെ പേര് ഈ അടുത്ത നാളുകളിലായി അച്ഛാ കൗൺസിലിംഗ് വേണമെന്നും പറഞ്ഞുകൊണ്ട്, അച്ഛാ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, ഉപദേശങ്ങൾ തേടാറുണ്ട്. അത് മാതാപിതാക്കന്മാരാകട്ടെ, അധ്യാപകരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, നമ്മുടെ യൗവനപ്രായത്തിലേക്ക് കടന്നു വരുന്ന കൗമാരം വിട്ടുമാറാത്ത കുഞ്ഞുങ്ങളാകട്ടെ, നമുക്കെല്ലാവർക്കും ഇപ്രകാരമുള്ള ഒരു അനുധാവനം, ഒരു സഹവാസം, ഒരു അക്കമ്പനിമെൻ്റ് ആവശ്യമാണ്. കർത്താവ് നൽകുന്ന സൂചനയും അപ്രകാരം ഒന്നിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ലോകം നിങ്ങളെ ദ്വേഷിക്കുമെന്ന ഈശോയുടെ വാക്കുകൾ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടാവുന്ന സംഘർഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകം വെച്ചു നീട്ടുന്ന ഇപ്രകാരമുള്ള വൈകൃതങ്ങളുടെ പുറകെ പോകുകയെന്നുള്ളതല്ല, മറിച്ച് ഞാനും നിങ്ങളുമൊക്കെ അല്പം കൂടെ മെച്ചപ്പെട്ട വ്യക്തികളായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവഹിതം എന്ന് പറയുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ സംഘർഷം ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം. വ്യക്തി ജീവിതങ്ങളിൽ സംഘർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളേ? പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടേതായ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും തീരാൻ പോകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് വ്യക്തിപരമാകട്ടെ, സാമൂഹ്യപരമായ ജീവിതത്തിലാകട്ടെ. ഈ സംഘർഷങ്ങളിലും ഞാനും നിങ്ങളുമൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നട്ടലോടുകൂടെ മിടുക്കരായി ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് സഹോദരങ്ങളെ തിരിച്ചറിയുക. അതല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താ? മൃഗീയ വാസന കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ വന്യമൃഗങ്ങൾ, ആനയും പുലിയും കടുവയും കാട്ടുപന്നിയും ഒക്കെ നമ്മുടെ നിരത്തുകളിലേക്കും കൃഷിഭൂമികളിലേക്കും മലയോര പ്രദേശങ്ങളിലേക്കും വനാതിർത്തി മേഖലകളിലേക്കുമൊക്കെ ഇറങ്ങി വരുന്നത് കണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ മൃഗീയമായ ചില പ്രവണതകളും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇപ്രകാരമുള്ള വൈകൃതങ്ങളെ, സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കി അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പാപബദ്ധമായ മനുഷ്യപ്രകൃതിയാണ് ഇപ്രകാരമുള്ള സംഘർഷങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക. പാപബദ്ധമായ മനുഷ്യപ്രകൃതി. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള പാപകരമായ ജീവിതാവസ്ഥകളെ വേണ്ടെന്ന് വയ്ക്കാൻ നമ്മളിലുള്ള ദൈവീകതയും ലൗകികതയും തമ്മിലുള്ള സംഘർഷം നമുക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ തിരിച്ചറിയുക, ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവീക ഭാവം, എന്നാൽ നമ്മളോടുകൂടി നമ്മുടെ ഈ ശരീരത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ നമ്മളെല്ലാവരെയും പ്രലോഭനങ്ങളിലേക്ക് മാടി വിളിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവിക ഭാവവും നമ്മുടെ ഉള്ളിലുണ്ട്, ഈ ലോകത്തിൻ്റെ മാനുഷിക ഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് തമ്മിലുള്ള നിരന്തരമായ ഒരു വാർഫെയർ, നിരന്തരമായ ഒരു പോരാട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അവിടെ നന്മയുടെ പക്ഷം ചേരാൻ, ദൈവികമായ സത്യത്തിൻ്റെ, നന്മയുടെ, കൃപയുടെ പക്ഷം ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവവചനം സഹോദരങ്ങളെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മിലുള്ള ദൈവികതയും ലൗകികതയും തമ്മിലുള്ള സംഘർഷം നമുക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് നാം ആരും ഊളിയിട്ടിറങ്ങാൻ പാടില്ല.
തിന്മയെ വെറുത്തുപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ബൈബിളിൽ ഉപയോഗിക്കപ്പെടുന്ന മനോഹരമായ ഒരു ഉപമയാണ് പാപം പാമ്പിനെ പോലെയാണ് എന്ന ഉപമ. വഴിയിൽ പാമ്പ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും പാമ്പിൻ്റെ അടുക്കലേക്ക് ചെല്ലാറില്ല. പാമ്പിനെ കണ്ടാൽ നമ്മൾ ഒന്നുകിൽ വഴിമാറിപ്പോകാനാണ് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പാപം പാമ്പിനെ പോലെയാണ്. അടുത്തു ചെന്നാൽ അത് നിന്നെ കടിക്കുമെന്നും അതിൻ്റെ പല്ലുകൾ വിഷദ്രംശങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെയും നമ്മൾക്ക് മാരകമായ വിഷമുള്ളിൽ പ്രവേശിച്ച് മരണകാരണമായി തീരുമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാമ്പിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുക. മിശിഹായിലൂടെ ലഭിച്ച ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വേണ്ടതുപോലെ സ്വീകരിച്ച് പ്രത്യുത്തരിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലേക്കും ഈ വചനം വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്ന് കരുതി ഈ ലോകത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. പ്രത്യാശയുടെ തിരുവട്ടങ്ങൾ നമുക്ക് എല്ലായിടങ്ങളിലും തെളിഞ്ഞു കാണാനായി സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള കുറ്റവാസനകളെ, അക്രമപ്രവർത്തനങ്ങളെ ഒഴിവാക്കുന്നതോടൊപ്പം നന്മയെ ചേർത്ത് പിടിക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ചെടികൾ ബഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ചെടി ബഡ് ചെയ്തിട്ടുണ്ട്, റബ്ബർ ബഡ് ചെയ്തിട്ടുണ്ട്. ബഡ് റബ്ബർ എന്നുള്ള പ്രത്യേകതര ഇനം റബ്ബർ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു റോസാ ചെടിയിൽ, അത് കാട്ടു റോസയാണെങ്കിലും അതിലേക്ക് നല്ല റോസാ ചെടിയുടെ നല്ല പൂക്കളുള്ള, നല്ല സൗരഭ്യം, നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും നല്ല റോസാ ചെടിയുടെ ഒരു കുഞ്ഞ് കമ്പെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയെടുത്ത് ചെത്തി ഈ കാട്ടു റോസാ ചെടിയിലേക്ക് ചേർത്ത് വെച്ച് ഒരു 3-4 ദിവസം അതിനകത്ത് മണ്ണും അതുപോലെ ചാണകമോ അല്പം ചാരമോ വെള്ളമൊക്കെ ഒഴിച്ച് കെട്ടിവെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല റോസാ ചെടിയുടെ കുഞ്ഞു കുഞ്ഞു മുകുളങ്ങൾ പുറത്തേക്ക് വരും. അത് ചെറിയ ഒരു ഇലയായി, കമ്പായി, അതിൽ മനോഹരമായ പൂക്കൾ വിടർന്നു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ കാട്ട് റോസാ ചെടിയുടെ അഗ്രങ്ങൾ, ശാഖകൾ പതിയെ പതിയെ വെട്ടിക്കൊടുക്കണം. കാട്ടു റോസിൻ്റെ അഗ്രങ്ങൾ വെട്ടിക്കൊടുക്കുമ്പോൾ അതനുസരിച്ച് നല്ല റോസിൻ്റെ ശാഖകൾ വളർന്നു പന്തലിക്കും. സാവധാനം കാട്ടു റോസ് ഇല്ലാതാകുകയും നല്ല റോസാ ചെടിയായി അത് മാറുകയും മനോഹരമായ പുഷ്പങ്ങളായി വിടരുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾ ബാല്യത്തിലൂടെ കൗമാരത്തിലേക്കും യൗവനപ്രായത്തിലേക്കും കടന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സൗരഭ്യമുള്ള മിടുക്കരായ കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ ഇപ്രകാരമുള്ള ഒരു പ്രൂണിങ് ആവശ്യമാണ്, വെട്ടി ഒരുക്കലുകൾ ആവശ്യമാണ്. തേയിലച്ചെടിയും കാപ്പിച്ചെടിയുമൊക്കെ വെട്ടി ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വെട്ടി ഒരുക്കലുകൾ എല്ലാവർക്കും ആവശ്യമാണ്. തോടിൻ്റെ ഇറമ്പിലും പുഴവക്കത്തും ഒക്കെ നിൽക്കുന്ന ഈറ്റച്ചെടികൾ വെട്ടിയെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിന് ചെറിയൊരു സുഷിരങ്ങൾ ഇട്ടുകൊണ്ട് മനോഹരമായ ഓടക്കുഴലുകൾ ഉണ്ടാക്കാറുണ്ട്, ഇല്ലേ? വെട്ടിയൊരുക്കലുകളിലൂടെ കടന്നു പോകുമ്പോൾ മനോഹരമായ ഈണങ്ങളുണ്ടാകും. സഹോദരങ്ങളെ, നമ്മുടെ മുൻപിൽ നൽകപ്പെടുന്ന ഇപ്രകാരമുള്ള മുന്നറിയിപ്പുകളെ ചൂണ്ടുപലകകളായി സ്വീകരിക്കാനും അതനുസരിച്ച് മാറ്റം വരുത്താനും വേണ്ടിയുള്ള തുറവി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. കുറച്ച് നാളുകളായി കേൾക്കുന്നൊരു നെഗറ്റീവ് ടെർമിനോളജിയാണ് തന്ത വൈബ്, ഇല്ലേ? കേട്ടിട്ടുണ്ടാകും, പറയുന്നൊക്കെ ഉണ്ടാകും. എന്താ ഈ തന്ത വൈബ് എന്ന് പറയുന്നത്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഇന്ന് കേൾക്കുമ്പോൾ ഓക്കാനും വരുന്ന, ഛർദ്ദിക്കാൻ വരുന്ന, ഉപദേശിക്കുന്നവരെയാണ് തന്ത വൈബ് എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ തന്ത വൈബ് വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ഇളം വൈബുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് തന്ത വൈബുകൾ നൽകുന്ന ഉപദേശങ്ങൾ തീർച്ചയായും ക്രമാനുഗതമായി വളർച്ചയിലേക്കും നന്മയിലേക്കും നയിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഏതെങ്കിലും ഒന്നിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനോ മറ്റൊന്നിനെ കുറവാക്കാനോ വേണ്ടിയല്ല, രണ്ടും
ചേർന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകം നേരായ പാതയിലൂടെ മുൻപോട്ട് പോവുകയെന്ന് തിരിച്ചറിയുക. PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് MA പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠിച്ച ഒരു ഇംഗ്ലീഷ് പോയത്തിൻ്റെ ഏതാനും ചില വരികൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: തോൺസ് മേക്സ് us മൂഡി, റോസസ് മേക്സ് us ഗ്ലാഡി, തോൺസ് ആൻഡ് റോസസ് ടുഗെദർ മേക്സ് us സ്റ്റഡി. എത്ര മനോഹരമായ വാക്കുകളാണെന്ന് നോക്കിയേ. കവിയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ കവിത ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. തോൺസ് മേക്സ് us മൂഡി എന്ന് പറഞ്ഞാൽ മുള്ളുകൾ നമ്മെ ദുഃഖിപ്പിക്കും. റോസസ് മേക്സ് us ഗ്ലാഡി, റോസാപ്പൂക്കൾ നമ്മെ സന്തോഷിപ്പിക്കും. തോൺസ് ആൻഡ് റോസസ് ടുഗെദർ മേക്സ് us സ്റ്റഡി. മുള്ളുകളും റോസാപ്പൂക്കളും ഒരുമിച്ച് വരുമ്പോൾ അത് നേരായ പാതയിൽ നമ്മെ നയിക്കും. ഇതാണ് യഥാർത്ഥമായ ലോകവീക്ഷണം എന്ന് പറയുക. നന്മ മാത്രമുള്ള ഒരു ലോകമോ തിന്മ മാത്രമുള്ള ഒരു ലോകമോ ഇല്ല. ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് ചേർന്നു പോകുന്നതാ. നിഴലുപോലെ നമ്മുടെ കൂടെ തിന്മയുടെ വശവും ഉണ്ടാകും. പക്ഷേ അതിനെ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, അന്ന് യഹൂദരിലും സഭാപീഠകളിലും പ്രവർത്തിച്ച ലോകത്തിൻ്റെ സാന്നിധ്യം ഇന്ന് സഭാംഗങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വിഭാഗീയതകളും വിഘടനവാദങ്ങളും ഗ്രൂപ്പിസങ്ങളും കാരണം സഭയിൽ തന്നെയും അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായ സഹോദരങ്ങളാകട്ടെ, വിശ്വാസത്തിൻ്റെ പേരിൽ, ആരാധനാക്രമത്തിൻ്റെ പേരിൽ പരസ്പരം വിഭാഗീയതകൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക, ഇത് എല്ലാ കാലത്തും സമൂഹത്തിലും സഭയിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാൻ കാരണം ഒരു വിഭാഗീയതും സഭയിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ഉണ്ടാകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കണം. സഭാഗാത്രത്തോട് ചേർന്ന് നിന്ന് സഭയുടെ മേലധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സഹോദരങ്ങളെ മനസ്സിൻ്റെ തുറവിയും എളിമയുമുള്ളവരായി ജീവിക്കണമെന്ന് ഈ വചനഭാഗങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെളിച്ചത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ സാന്നിധ്യം ക്രൈസ്തവരിലും ഉണ്ടാകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയാലല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്കുകളിൽ നമ്മൾ കൃത്യതയോടുകൂടെ കാണുന്നുണ്ട് അന്ധകാരത്തെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് അന്ധകാരമയമായിരുന്നു എന്നും വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ വെളിച്ചമുണ്ടായത് എന്നും സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതേപ്പറ്റിയുള്ള അവബോധത്തോടുകൂടെ ജീവിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും എല്ലാ വിശ്വാസികൾക്കും സാധിക്കണം. മിശിഹായിലൂടെ നമുക്ക് ലഭിച്ച കൃപകൾ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്കും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നത് നിരുത്തരവാദപരമായ ജീവിത രീതിയാണ് എന്ന് തിരിച്ചറിയുക. പ്രാദേശികവാദങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് സഭാജീവിതത്തെ, സഭയുടെ ആരാധനാക്രമങ്ങളെ ആർക്കെങ്കിലും വേണ്ടി തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് ഇതിനെയൊക്കെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കാൻ, സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായി, ഉത്തരവാദിത്വമുള്ള ഒരു വിശ്വാസിയായി ഞാനും നിങ്ങൾ മാറുന്നത്. അതുകൊണ്ട് ലോകത്തിനെതിരെ ചെറുത്തു നിന്നുകൊണ്ട് മിശിഹായുടെ കൃപകളോട് പൂർണ്ണമായും സഹകരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഈ വചനഭാഗം പ്രിയപ്പെട്ടവരെ ടൈം ആൻഡ് അഗെയിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ആന്തരികമായി സഹനം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരിലുമുള്ള സ്വയം തേടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഈറോസും സ്വയം കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അഗാപ്പയും തമ്മിലുള്ള സംഘർഷമാണ് ഇതിന് കാരണമെന്നും നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അഗാപ്പയുടെ എലമെൻസ് ഉണ്ട്, സ്വയം കൊടുക്കുന്ന ദൈവികമായ സ്നേഹത്തിൻ്റെ എലമെൻറ്റുകൾ. എന്നാൽ എല്ലാം എനിക്ക് വേണമെന്നുള്ള വെട്ടിപ്പിടിക്കാനുള്ള ഈറോസ്, സ്വന്തമാക്കാനുള്ള ഒരു മറുഭാഗവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സ്വയം തേടുന്ന ഈറോസിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കുവാൻ
ആവശ്യമായ ത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ മിശിഹായുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും ലോകവുമായുള്ള സംഘർഷത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് നൽകപ്പെട്ട സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള അവബോധം സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ ലോകത്തോടുള്ള സംഘർഷത്തിലാണ് നമ്മൾ ലോകത്തോട് മമത വെച്ചുകൊണ്ട്, ഈ ലോകത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് തിന്മയോടുള്ള പ്രീണനത്തോടുകൂടെ മുൻപോട്ട് പോകാനല്ല, നന്മ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ സഹായകനായ പാരക്ലേത്തോസ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള അവബോധം നിലനിർത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുകയും ചെയ്താൽ ഈ സംഘർഷത്തിൽ വിജയം വരിക്കാൻ പ്രിയ സഹോദരീ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്നാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. നിരാശപ്പെട്ട് നിൽക്കേണ്ടവരല്ല നാം എന്നും. നമ്മളെല്ലാവരും ദൈവീകമായ പരിശുദ്ധാത്മ കൃപാവരങ്ങൾ സ്വീകരിച്ച് നന്മയിലേക്ക് വളരേണ്ടവരാണ് എന്നും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ, ഐക്യത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ഒന്നാകാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെയും നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മ അഭിഷേകമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.